സോ ഇതിപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനിലോട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തെടുക്കാറുള്ള പ്രീമിയം പാർട്ടി വെയർ ഔട്ട്ഫിറ്റ്സിൻ്റെ ആണ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ഈ രീതിയിൽ സ്കെച്ച് ഔട്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രൊഡക്ഷൻ നമ്മുടെ ചെയ്തു വരുന്നത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ ഓരോ പീസിനെയും വ്യത്യസ്തമാക്കി ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കഷനകത്ത് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർലി കാണിച്ചു തരുന്നത്. അപ്പോൾ ഈവൻ ക്ലയൻറ്റിൻ്റെ ആണെങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ പീസ് ആണെങ്കിലും നമ്മൾ ഈ രീതിയിൽ ഗ്രൂപ്പിൽ ഒരു ടീമായിട്ട് പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്താൽ നമ്മൾ ഓരോ പീസും ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെ സജഷൻസും അവിടെ വരുമ്പോൾ കിട്ടുന്ന പീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരിക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെയാണ് 48 വരുവാണെങ്കിൽ ലൈറ്റ് പോയാൽ തീരെ ലൈറ്റ് ആവില്ലേ? കളറായി പോകും. ഓക്കെ, അത് നോക്കാം. ബാക്കി ഡീറ്റെയിലിംഗ് പറഞ്ഞേ. ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് എന്നാൽ കുറച്ചും കൂടെ നല്ല എലഗന്റ് ലുക്ക് കിട്ടുന്നത്. ഫ്ലവർ വരുന്നു, കട്ട് ബീഡ്സ് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും പോകുന്നു. ആ രീതിക്ക് നെക്കിൽ സെയിം തന്നെ കൊടുക്കുന്നു. സ്ലീവ് എൻഡിലും കൊടുക്കുന്നു. ഹാൻഡ് വർക്ക് സിമ്പിൾ ആണ്, പക്ഷെ കളർ കൊണ്ട് നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്നത്. ഓക്കെ, അല്ല അപ്പോൾ ഒരു ഡൗട്ട്, എനിക്ക് ഒരു സജഷൻ ചോദിക്കുന്നത്, ഇത് നീ തീരെ സിമ്പിൾ ആക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണോ? ഇതിൽ എന്തെങ്കിലും സ്ലീവിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡീറ്റെയിലിംഗ് വ്യത്യാസം കൊടുത്താലോ? സ്ലീവിലോ? ഫോർ എക്സാമ്പിൾ ഇതിപ്പോ നമ്മൾ ഓർഗൻസ് തന്നെ സ്ലീവിലോട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കണം, അതിനോട് കമ്പൈൻഡ് ആവാൻ പറ്റുന്ന കണക്ക് ഒരു ട്രാൻസ്പെറൻസി വേറെ ഒരു ഫാബ്രിക് ഒന്നും കൂടെ ആഡ് ഓൺ ആക്കിയിട്ട് അതേലൊരു എംബ്രോയിഡറി, അങ്ങനെ സ്ലീവ് ആ പോർഷൻ മാത്രം ഒന്ന് ആപ്ലിക്ക് ചെയ്യണ രീതിയിൽ വേറൊരു ഫാബ്രിക് ഒന്നൊന്ന് ആലോചിച്ചു നോക്കി. ഇതില് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെൽഫും വൈറ്റും വൈറ്റ് പേൾസും പിന്നെ ബ്ലൂ സെറി ലൈൻസും സിൽവറും. ഓക്കെ, ഒരു ഇച്ചിരി ഒരു ബ്ലാക്ക് മെറ്റൽ ടിഞ്ചില്ലേ, ആ ടിഞ്ചും കൂടെ കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിലും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു ഇച്ചിരി ബ്ലാക്ക് കട്ട് ബീഡ്സ് അല്ലേ അമ്മയുടെ ബ്ലാക്ക് മെറ്റലിന്റെ ഫിനിഷ് വരുന്ന കട്ട് ബീഡ് ഉണ്ട്. ആ ഒരു ഇതും കൂടെ കൊടുക്കുമ്പോൾ ബ്ലാക്ക് മെറ്റൽ ജുവലറി ഇട്ട് സ്റ്റൈൽ ചെയ്യേണ്ടവർക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി വരും. ഒലീവ് ഗ്രീൻ ഇന്നർ, അത് നോർമലി ഒരു ഇന്നർ ടൈപ്പ് ആയിരിക്കും. ഒലിവ് ഗ്രീനില് ക്രേപ്പില് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ ഈ പുറത്തീത്തത് ഈ ഒരു ഓവർ കോട്ട് വരുന്നത് പെപ്പർ സിൽക്ക് അല്ല ഓർഗൻസ ചെയ്യാം. ഓഫ് വൈറ്റില്. അപ്പോൾ ഇതൊരു ലാസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പ് വന്നിട്ട് പുറമേ ഒരു ജാക്കറ്റ് വരുന്ന രീതിയിൽ ഒരു 2 കളർ കോമ്പിനേഷൻ ഒലീവ് ഗ്രീനും ഓഫ് വൈറ്റിലും നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊഡക്ഷൻ പീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിലുള്ള ഡിസ്കഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതുപോലത്തെ കസ്റ്റമൈസേഷന് നമുക്കൊരു എഫിഷ്യൻറ്റ് ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഹെൽപ്പും സജഷൻസും ഒക്കെ തരാനുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബിലോ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.